കുറച്ച് ടിപ്സുകൾ അടങ്ങിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാവാം, അറിയാത്തവർക്ക് പരിചയപ്പെടാമെന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ സ്ഥിരമായിട്ട് കൊത്തിപ്പറക്കാൻ വരുന്ന ഒരാളാണിത്. എൻ്റെ ക്യാമറ കണ്ടിട്ട് രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നത്. ആദ്യമായിട്ട് നമ്മളെല്ലാവരും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ കഴുത്ത് വേദന ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. ഈ സ്റ്റാൻഡൊക്കെ ഒരുവിധ ആളെ കയ്യിലൊക്കെ ഉണ്ടാവും. ഇല്ലാത്തവർക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥിരമായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതൊക്കെ വളരെ ഉപകാരമാണ്. പിരടി വേദനയൊക്കെ ഒഴിവാക്കുക, കുനിഞ്ഞിരുന്നിട്ടുള്ള വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റാൻഡിൻ്റെ മീതെ വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. അപ്പോൾ അറിയാത്തവർ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക. ഈ ലാപ്ടോപ്പ് സ്റ്റാൻഡ് അത്ര പുതിയതൊന്നുമല്ല. എത്രയോ മുന്നേ ആൾക്കാരെ കയ്യിലൊക്കെ ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം, അറിയാത്തവർക്ക് പരിചയപ്പെടാൻ. നമ്മൾ ടൈലിലൊക്കെ പെയിൻ്റ് ആയിണ്ടിച്ചാൽ വേഗത്തിൽ തന്നെ അത് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഹാൻഡ് വാഷും അതേപോലെ കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് വരുതി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അവിടുന്ന് അത് പോയി കിട്ടും. അപ്പം നമ്മൾ അത്ര ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പം സാധാരണ ഉപ്പാണ്, ഞാൻ ഈ ഉപ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. സാധാ ഉപ്പ്, കല്ലുപ്പ്, ഏത് ഉപ്പ് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഈ ഉപ്പ് എടുത്തിട്ട് അതേപോലെ ഇത്തിരി സോപ്പോ ഹാൻഡ് വാഷോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്നൊരതി കൊടുത്താൽ മതി. അപ്പോൾ ഈ സാധനം എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ വാതിലിൻ്റെ മീതെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്യാപ്പിലുള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് സാധനം എടുത്തത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ചകിരി വെച്ചിട്ട് ഒരതിയാൽ മതി, എന്നാൽ തന്നെ പോകുന്നതാണ്. അപ്പോൾ അറിയാത്തവർ ഈ ടിപ്സ് ഒന്ന് ഉപയോഗപ്പെടുത്തുക. അപ്പം നമ്മൾ മണ്ണെണ്ണ പിന്നെ ടർപ്പൻ്റ് ഓയിൽ പറയും, അതൊക്കെ എടുത്തിട്ടല്ല മുന്നൊക്കെ കളഞ്ഞിരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്തിരി ഉപ്പും അതേപോലെ കുറച്ച് സോപ്പും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ പെയിൻ്റൊക്കെ പോകുന്നതാണ്. അപ്പോൾ അറിയാത്തവർ ഈ ടിപ്സ് ഒന്ന് ഉപയോഗപ്പെടുത്തുക. ഞാൻ ഈ സോപ്പും അതേപോലെ ഹാൻഡ് വാഷും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ നിലത്തുള്ള പെയിൻറ്റുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണി കൊണ്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഒഴിവായി കിട്ടും. അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഇതേപോലത്തെ ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ സ്റ്റിക്കർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കുറച്ച് 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. എന്നാൽ നമുക്ക് സ്റ്റിക്കറൊക്കെ വേഗത്തിൽ തന്നെ പറിച്ചെടുക്കാൻ പറ്റും. ചില സ്റ്റിക്കർ തീരെ പോവാത്തത് നമ്മൾ കുറച്ച് സോപ്പ് ഉപയോഗിച്ചിട്ട് കളഞ്ഞാൽ മതി. അല്ലാത്തത് പെട്ടെന്ന് തന്നെ ഇത് കുതിർന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഇതുമെന്ന് വേർപെട്ട് പോകും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗപ്പെടുത്തുക. ഇത് നമ്മൾ തൈര് വാങ്ങുന്ന പാത്രങ്ങളാണ്. കുറച്ച് ദിവസമൊക്കെ നമ്മൾ എടുത്തേക്കും, എന്നിട്ട് നമ്മൾ വേസ്റ്റിക്ക് ഇടും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ചില സ്റ്റിക്കറൊന്നും വേഗത്തിൽ തന്നെ പോവാത്തത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം വെള്ളത്തിൽ കിടന്നാൽ തന്നെ അത് പോവുള്ളൂ. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വെള്ളം നിറച്ചിട്ട് വേണം ഇത് വെള്ളത്തിലിട്ട് വെക്കാനിട്ട്, അല്ലെങ്കിൽ പൊങ്ങിക്കെടുക്കുള്ളൂ. എന്നാലാണ് ഇത് വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് നനഞ്ഞിട്ട് ഇത് പോവുള്ളൂ. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല ക്ലീനായി കിട്ടും, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മൾ അച്ചാറുകളൊന്നും ഇട്ട് വെക്കരുത്. തൈര് നമ്മൾ കൊടുന്നാൽ നമ്മൾ അന്ന് പിറ്റേ ദിവസമാണെങ്കിലും അത് പെട്ടെന്ന് ഒഴിവാക്കണതല്ലേ.
പൊടികൾ പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളിത് ഒഴിവാക്കും. കുറേ കുപ്പികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കണതാണ്. പിന്നെ നമ്മൾ വേസ്റ്റിലേക്ക് ഒഴിവാക്കണ തന്നെയാണ്. പുതിയത് കിട്ടുമ്പോൾ പിന്നെ നമ്മളിതൊക്കെ ഒഴിവാക്കും. അപ്പോൾ സ്റ്റിക്കർ കളയാൻ എളുപ്പമാർഗ്ഗമാണ് ഇത്. അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് ഉപയോഗപ്പെടുത്തുക. നമ്മൾ ബോട്ടിലുകളൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞ് ഇനി ഞാൻ വില കുറവിൽ വാങ്ങിച്ച കുറച്ച് പാത്രങ്ങളുണ്ട്. അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറും 99 രൂപയ്ക്ക് വാങ്ങിയ പാത്രങ്ങളാണ് ഈ കാണുന്നത്. 4 കുപ്പികൾ 99 രൂപയ്ക്ക്. അതേപോലെ ഈ കാണുന്ന ബോക്സുകളൊക്കെ 99 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഇങ്ങനെ ബോട്ടിലുകളൊക്കെ ആവശ്യമില്ല. അതായിരിക്കും ഈ സമയത്ത് ഇത്രയും വില കുറവിൽ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം കൂടെ 99 രൂപയ്ക്കാണ്. അതേപോലെ ഇങ്ങനത്തെ 4 വെള്ളം ബോട്ടിൽ 99 രൂപയ്ക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.